വാഴ്ത്തി വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണമെന്ന് യഹോവയായ ദൈവം താൻ തെരഞ്ഞെടുത്ത പ്രവാചകനായിരുന്ന ദൈവത്തിന്റെ അഭിഷക്തനായിരുന്ന ഇസ്രായേലിനെ വിടിവിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത നായകനായിരിക്കുന്ന മോശയോട് ദൈവം പറഞ്ഞതാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 തൊട്ട് ലളിയ അതിന്റെ 9 വരെയുള്ള വാക്യങ്ങൾ വളരെ അതിപ്രധാനമായ വചനങ്ങളാണ്. എല്ലാ വചനങ്ങളും നല്ലതാണ്. അല്ലേരിയ ഇപ്പൊ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകം തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് പട്ടമായിരിക്കണം എന്നൊക്കെ അതിശക്തമായ ദൈവിക സന്ദേശ ദൂതുകളാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ലേരിയ നമ്മുടെ ആത്മജീവിതമായിട്ട് നമുക്ക് ഈ വചനം എത്രമാത്രം താരതമ്യം ചെയ്ത് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ഓരോ ദിവസവും നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്. പ്രൈസറോ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ വചനങ്ങൾ എന്നേക്കും ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന്റെ വചനങ്ങൾ എന്നേക്കും ഇരിക്കണം. അല്ലേലിയ കർത്താവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതണം, അത് ഓർമ്മയിൽ സൂക്ഷിക്കണമെന്നാണ്. പ്രൈസറോ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കും ഇരിക്കുന്നത് ആരാ? ഞാൻ ചില ദൂതുകൾ അങ്ങ് പറയാം. യൗവനക്കാരികളുടെ ഹൃദയത്തിൽ സ്ഥിരമായിട്ടിരിക്കുന്നത് അവർ സ്നേഹിക്കുന്ന കാമുകന്മാരാ. ഒരുപാട് പേരെ അറിയാം, തെളിവ് നിരത്തി തരാം. അല്ലേലിയ ഇന്ന് പലരുടെ ഹൃദയം അങ്ങനെ വചന ഹൃദയത്തിൽ ഇല്ല, വചന ഹൃദയത്തിൽ എഴുതിയിട്ടില്ല, ഓർമ്മയിലില്ല. ചില ആളുകളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആരെ തല്ലണം, വെട്ടണം, കുത്തണം, എങ്ങനെ അധികാരം പിടിച്ചെടുക്കണം, എങ്ങനെ സ്ഥാനമാനങ്ങൾ മേടിക്കണം എന്നൊക്കെയുള്ള ചിലരുടെ ചിന്ത എങ്ങനെ പിടിച്ചു പറിക്കണം, മോഷ്ടിക്കണം, പണം ഉണ്ടാക്കണം എന്നൊക്കെയുള്ള കുതന്ത്രങ്ങളാണ് പലരുടെ ഹൃദയത്തിൽ. ലേരിയ യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ച വചനം പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ വചനങ്ങൾ എന്നേക്കും ഇരിക്കണം, നിന്റെ ഹൃദയത്തിൽ അത് എഴുതണം, ഓർമ്മയിലിരിക്കണം എന്നുള്ളതാണ്. അല്ലേ, നമുക്കറിയാം കൊച്ചു കുട്ടികൾ ആമിസ്ലൈറ്റിൽ എഴുതി പഠിക്കും. പ്രേസറോ, അധ്യാപകർ ബോർഡിൽ എഴുതി നമ്മെ കാണിക്കും, ബോർഡിൽ എഴുതി പഠിപ്പിക്കും. അച്ചടിക്കുന്നവർ അച്ചടിശാലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പേപ്പറിൽ അച്ചടിച്ച് നമുക്ക് തരും. ലേരിയ അങ്ങനെ മനുഷ്യൻ വിവിധ തലങ്ങളിലെ കുട്ടികൾ സ്ട്രേറ്റില് അധ്യാപകർ ബോർഡില് അച്ചടിശാലകളിൽ ചെന്നാൽ അവർ പേപ്പറിൽ എഴുതി തരും. അങ്ങനെ മനുഷ്യന്റെ എഴുത്തുകളെല്ലാം എളുപ്പം മാഞ്ഞുപോകും. കുട്ടികൾ സ്ലേറ്റ് എഴുതി മാഞ്ഞുപോകും, അധ്യാപകർ ബോർഡിൽ എഴുതിയ മാഞ്ഞുപോകും. പ്രസ്സിൽ നമ്മൾ അടിച്ചെടുത്ത പേപ്പറിലെ സന്ദേശങ്ങളെല്ലാം കാലങ്ങൾ കഴിയുമ്പോൾ അത് ദ്രവിച്ചും പുഴുവരിച്ചും ചെതറ് പിടിച്ചും അത് മാഞ്ഞും പോകുന്ന സ്ഥിതിയാണ്. ലേലിയ എന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമാക്കിയാൽ, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നാം എഴുതിയാൽ, അത് നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അതൊരിക്കലും മാഞ്ഞു പോകത്തില്ല. ഒരിക്കലും വചനം മാഞ്ഞു പോകത്തില്ല. നിന്റെ കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, വേദനയുടെ, മഹാവ്യാധിയുടെ, ഒറ്റപ്പെടലിന്റെ, നിന്ദയുടെ, അപമാനത്തിന്റെ, പരിഹാസത്തിന്റെ നടുവിൽ നീ ഭാരപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളുടെ നടുവില് വചനം നിന്റെ ഹൃദയത്തിൽ എഴുതി, നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചതിന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ ആ വചനം നിനക്ക് വിടുതലും സൗഖ്യമാണ്, രക്തം ചെയ്യും. പ്രൈസോ, ലോകപ്രകാരമല്ല, ഇത് ആത്മീയമാണ്. ആത്മീയമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. അല്ലേരിയ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ മനുഷ്യന്റെ എഴുത്തുകളിലും വേഗം മാഞ്ഞു പോകും. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനങ്ങൾ എഴുതി വെച്ച് അത് മനഃപ്പാടമാക്കുന്നെങ്കിൽ, അല്ലേരിയ തക്ക സമയത്ത് ആമീൻ നിങ്ങളെ സഹായിച്ച് കാത്ത് രക്ഷിക്കുകയും വിടുവിക്കുകയും ദൈവം ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിക്കണം. അല്ലേലിയ
അത് നിങ്ങൾ മനഃപ്പാടമാക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വചനം നിന്റെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവില് നിന്നെ ഈ വചനം പിടിപ്പിക്കും. മനുഷ്യന്റെ കരമല്ല നമുക്ക് ഏറ്റവും ആവശ്യം, ദൈവത്തിന്റെ കരമാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, 1 പത്രോസ് ലേഖനം 5-6 അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. പ്രൈസലോ. തളർന്നു പോകുവാനല്ല സഹോദര സൗരി ദൈവം നിന്നെ വിളിച്ചത്, ദൈവം നിന്നെ ഉയർത്തുവാനാ. അല്ലേലൂയ. നിന്റെ പരാജയം കാണുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നെ പരാജയപ്പെട്ടവളായി കാണുവാൻ ആഗ്രഹിക്കുകയല്ല ദൈവം. നിന്റെ ബിസിനസ് തകർന്ന്, ജോലി നഷ്ടപ്പെട്ട് നീ ഒന്നുമില്ലാത്തവനായി, നീ കുത്തുപാള എടുത്ത് വീട്ടിലിരിക്കുന്നവനായി കാണുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പിന്നെയോ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, വചനം നിന്റെ ഹൃദയത്തിൽ എഴുതി, അത് നീ ഓർമ്മയിൽ മനഃപ്പാടമായി സൂക്ഷിച്ച് നീ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ഉയർച്ചകൾ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകം നിന്റെ പരാജയം ആഗ്രഹിക്കുന്നത്, ശത്രു നിന്റെ പരാജയം ആഗ്രഹിക്കുന്നത്, സാത്താൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ. അപ്പൊ നമ്മൾ നമ്മുടെ കർത്താവിന്റെ കരത്തിന് കീഴിൽ താണിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വചനം എഴുതി വചനം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഈ വചനം പറഞ്ഞു കൊടുക്കണം. അല്ലേറിയ. എനിക്ക് നമ്മുടെ സ്നേഹിത, നിന്റെ ജീവിതത്തിനോട് അനുബന്ധമായി ഞാൻ പറയട്ടെ, ദൈവദാസന്മാർ, ദൈവമക്കൾ, സുവിശേഷകന്മാർ നിന്റെ വീട്ടിലേക്ക് വചനം അറിയിക്കാൻ വരുമ്പോൾ നീ അവരുടെ മൊബൈലിൽ നിന്ന് വിധേയപ്പെട്ടു കൊടുക്കും. നല്ലതാ. നിന്റെ മൊബൈൽ ആ സമയത്ത് ഓഫാക്കി വെക്കണം. നീ സഭയിൽ വന്ന് ദൈവജനം കേൾക്കുമ്പോൾ നിന്റെ മൊബൈൽ ഓഫാക്കി വെക്കണം. നീ ചോറുണ്ണാനിരിക്കുമ്പോൾ, നിന്റെ മേശയിൽ ഇരിക്കുമ്പോൾ നീ മൊബൈൽ ഒന്ന് ഓഫാക്കി വെക്കണം. അല്ലേലിയ. നീ നിന്റെ മക്കളും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ നിന്റെ കയ്യിലെ ഈ മൊബൈൽ ഒന്ന് മാറ്റി വെക്കണം. അല്ലേലിയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നേരെ തിരിച്ചാ. അപ്പൊ ഇവിടെ പറയുന്നത് സ്വതം നീ അവയെ എന്ന് പറഞ്ഞ ഈ വചനങ്ങൾ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇന്നെല്ലാ വീട്ടിലും ചെന്നാൽ അല്ലേ കാണുന്നത്, അമ്മയുടെ കൈ ഭയങ്കര മൊബൈൽ, അപ്പന്റെ വലിയ മൊബൈൽ, മക്കളുടെ വലിയ മൊബൈൽ, ചിലർക്ക് ഒന്ന് പോരാൻ 2 എണ്ണം, അങ്ങനെ ഈ മൊബൈൽ കൊണ്ട് കുത്തിത്തിരിക്കുക. സുവിശേഷം പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ നിങ്ങൾ ശരിയാകും? എങ്ങനെ നിങ്ങളുടെ മക്കൾ ഗതി പിടിക്കും? എന്റെ മക്കൾ ഭയങ്കര മദ്യപാനത്തിനും മയക്കും ലഹരിക്ക് അടിമ, അവൻ രാഷ്ട്രീയക്കാരുടെ പറയുക മതത്തിന് തീവ്രവാദികളായി മാറി, എനിക്ക് അവരെ കൊണ്ട് സമാധാനമില്ല, സന്തോഷമില്ല എന്നത് മാതാവി നീ പറയുന്നുണ്ട്, സഹോദരൻ പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ടാ. നീ അവരെ പഠിപ്പിച്ചത് ശരിയായില്ല. മക്കളെ നമ്മൾ ജീവിതത്തിൽ മക്കൾക്ക് ജന്മം കൊടുത്താൽ പോരാ, അവരുടെ ചെറുപ്രായം തൊട്ട് അവരെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കണം. ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് ദൈവവചനത്തിൽ വളർത്തണം. അടിസ്ഥാന വിദ്യാഭ്യാസം ഭവനത്തിൽ തന്നെ നമ്മൾ ദൈവമക്കൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിന്റെ മക്കൾ നേരായ പാതയിലൂടെ വരുള്ളൂ. അല്ലെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഓടും. നിന്റെ എനിക്ക് വരത്തില്ല, അവൻ ലോകത്തിലേക്ക് ഓടും. പ്രൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഈ വചനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ലരിയ. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും വചനം സംസാരിക്കാവുള്ളൂ. വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്തതൊന്നും നീ പറയരുത്. പൊട്ടച്ചെല്ല്, ചീത്തത്തരം, കളിവാക്ക്. നിങ്ങൾ എഫെസ്യർ 5:3-4 വായിച്ചാൽ കാണാൻ കഴിയും. ആ ഭാഗം വായിച്ചു നോക്കിയാട്ടെ. അപ്പം പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക് പറഞ്ഞിരിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അത് നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ പോകുന്ന മേഖലയിൽ എല്ലാവരോടും ഈ വചനം പറയണം. പ്രൈസലോ. സിനിമാ കഥ കേൾക്കുവാനും അല്ലെങ്കിൽ ഇവിടുത്തെ സ്വതം ക്രിക്കറ്റിനെ കുറിച്ചും വോളിബോളിനെ കുറിച്ചും ടൂർണമെന്റിനെ കുറിച്ചൊന്നും കേൾക്കുവാനല്ല ദൈവമക്കൾ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നതിന്റെ അതിനും കൂടെ വചനം പറയുന്നത് കേൾക്കുവാനാണ്. നീ വചനം പ്രസ്താവിക്കുമ്പോൾ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ വരുന്ന പോരാട്ടങ്ങളെ, ശത്രുവിന്റെ തന്ത്രങ്ങളെ ദൈവം നീക്കം ചെയ്യും. ലേലിയ. ഇന്ന് പല ഭവനത്തിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, സുവിശേഷം പറഞ്ഞ് ചെല്ലും, ഭവന സന്ദർശിച്ച് ചെല്ലുമ്പോൾ അനവധി ആളുകൾ നമ്മെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞ, എന്റെ പാസ് കടക്കടിയ, ബിസിനസ് പൊട്ടിപ്പോയി, തകർന്നുപോയി, പലിശക്കെടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റും, ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല.
ഭർത്താവിന്റെ മദ്യപാനം, മക്കളുടെ മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സന്തോഷമില്ല, കണ്ണുനീര, ദുഃഖമാണ്. ഒരു മോചനം വേണം. പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർമാര് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല ശ്രോതാവ്, നിന്റെ കുടുംബം ശരിയാകാത്തത് കൊണ്ടാണ്. പാസ്റ്റർമാരെല്ലാവർക്കും വേണ്ടി, സുവിശേഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിഞ്ഞു തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവർക്കും ചെറിയവർക്കും വേണ്ടി, സകലർക്കും വേണ്ടി മുഖപക്ഷം നോക്കാതെ പ്രാർത്ഥിക്കുന്നവരാണ് സുവിശേഷകന്മാർ. ഹല്ലേലൂയ. അവിടെ മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുപോലെ ആമേൻ സുവിശേഷം മുഖപക്ഷം കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ ക്ഷമയോടെ അവർ കേൾക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ഞങ്ങളുടെ ദൗത്യം ഇതാണ്. പക്ഷെ നീ ശരിയാകാത്തത് നിന്റെ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം മറഞ്ഞുപോയി. ഹല്ലേലൂയ. അതാണ് നമ്മൾ സംഗീതത്തിനൊക്കെ വയ്ക്കുക, അടിസ്ഥാനം മറഞ്ഞുപോയ നീതിമാൻ എന്ത് ചെയ്യും? അടിസ്ഥാനം മറഞ്ഞുപോയ നീതിമാൻ എന്തും കുടുംബത്തിൽ ചെയ്യും. അടിസ്ഥാനം മറഞ്ഞുപോയാൽ ഭാര്യ ഭർത്താവായിട്ടടിക്കും, ഭർത്താവ് ഭാര്യയ്ക്കിട്ടടിക്കും, മക്കൾ അപ്പമ്മനമ്മമാരെ അടിക്കും, അല്ലെങ്കിൽ അപ്പനമ്മമാർ മക്കൾക്ക് എതിരെ മാറും എന്ന് വേണ്ട എല്ലാം കുടുംബത്തിൽ വരും. അടിസ്ഥാനം മറഞ്ഞ കുടുംബത്തിനകത്ത് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ വചനം നിന്റെ ഹൃദയത്തെ സംഗ്രഹിക്കണം. വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിനക്കൊരിക്കലും പരാജയപ്പെടേണ്ടി വരത്തില്ല, നീ ദുഃഖിച്ചു പോകേണ്ടി വരത്തില്ല. വചനം നിന്നെ കാത്ത് സംരക്ഷിക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന സാത്താന്യ ശക്തി പിശാച് ആമേൻ വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ലോകത്തിന് ലോകാധിപതി സർവ്വലോകത്തിലെ ദുഷ്ടാത്മസേന അതെല്ലാം കൂടെ മനുഷ്യരൂപത്തിലാണ് വരുന്നത്. ഹല്ലേലൂയ. മനുഷ്യരൂപത്തിൽ അത് വരുന്നത് എങ്ങനെ? 2 കൈയും 2 കാലും 2 കണ്ണും മൂക്കും ചെവിയും ആരോഗ്യമൊക്കെയുള്ള നമ്മളെപ്പോലൊക്കെ തന്നെ ഈ വാഴ്ചകളും അധികാരങ്ങൾ ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി സ്വലോകത്ത് ദുഷ്ടാത്മജനയൊക്കെ അങ്ങനെ വരുന്നത്. കാരണം ഇത് മനുഷ്യരിലേക്കാണ് കുടികൊള്ളുന്നത്. അതാണ് നിന്റെ വീട്ടിലേക്ക് വരുന്നത്, അതാണ് നിന്റെ ജീവിതത്തേക്ക് പ്രവേശിക്കുന്നത്, നിന്റെ തലമുറയിൽ പ്രവേശിക്കുന്നത്, കാര്യം കൈകൊള്ളതൊക്കെയാണ് പ്രവേശിക്കുന്നത്. അതാണ് നിന്റെ കുടുംബത്തിന്റെ മക്കളെ തകർക്കുന്നത്, നിന്റെ തലമുറയെ തകർക്കുന്നത്, നിന്റെ ഭർത്താവിന്റെ ഭാര്യയെ, നിന്റെ അപ്പനെ തകർക്കുന്നത്. ഹല്ലേലൂയ. വചനം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ വചനം നിന്റെ ഭവനത്തിൽ സമാധാനമാണ്, വചനത്തിന്റെ ജീവിതത്തിൽ സന്തോഷമാണ്. വചനമില്ലാത്ത നിന്റെ കുടുംബത്തിനകത്ത് കുറച്ച് എന്നെ കേൾക്കുന്ന സൗകര്യമാരെ നിന്റെ കുടുംബത്തിലേക്ക് അയൽവക്കത്തെ കൂട്ടുകാരികളെ സഹോദരിമാരെയൊക്കെ വിളിച്ച് നോണ പറയാൻ. സഹോദരന്മാരെ, നിങ്ങൾ വീട് വിട്ട് രാമചേർന്ന് അവിടെ ഇവിടെ പോയി നോണ പറയാനല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ അല്ലെങ്കിൽ വചനം പറയുന്നത്, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് പട്ടമായിരിക്കണം. വചനം എന്താണ്? നിന്റെ കൈമേൽ അടയാളമായി കെട്ടണം, നിന്റെ കണ്ണുകൾക്ക് പട്ടമായിരിക്കണം. മക്കളെ, നമ്മൾ കുട്ടികൾ പട്ടം പറപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് പട്ടം മേടിച്ചു കൊടുത്തു കഴിയുമ്പോൾ പട്ടത്തെ കെട്ടിക്കുന്ന നൂലിന്റെ നൂലെ പിള്ളേർ പല പിടിക്കും. ഈ മറ്റുനൂലാണല്ലോ, അത് പിടിക്കും. എന്നിട്ട് ഈ നൂല് അയച്ചയച്ചു വിടുമ്പോഴത്തേക്ക് ഈ പട്ടം ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പറക്കും. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോയി പട്ടം പറക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആ വചനത്തിൽ വട്ടത്തിൽ കുട്ടികൾ പറത്തി വിടുന്ന പട്ടത്തിലേക്ക് തന്നെ കുട്ടികളുടെ മറ്റുള്ള ശ്രദ്ധ ആകർഷിക്കും. എന്ന് പറഞ്ഞതുപോലെ വചനം നിങ്ങളുടെ കണ്ണുകൾക്ക് പട്ടമായിരിക്കണം. ഈ വചനം എപ്പോഴും നിങ്ങളുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഉയർന്നുകൊണ്ടേയിരിക്കണം. വചനം നിങ്ങളുടെ കണ്ണുകൾക്ക് പട്ടമാണെങ്കിൽ അത് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നീ സ്ഥിരമായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനത്തെ നിനക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ആമേൻ. അനവധി കഷ്ടതയുടെ, പ്രതിസന്ധികളുടെ, പ്രതികൂലത്തിന്റെ നടുവിലൂടെ മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ കുടുംബത്തിനകത്ത് വചനമുണ്ടെങ്കിൽ ആ വചനം നീ മറ്റുള്ളവർക്കൂടെ ഉപദേശിച്ചു കൊടുക്കുന്നെങ്കിൽ നിനക്ക് പലരെയും രക്ഷയിലേക്ക് നയിക്കാൻ കഴിയും, പാപത്തിൽ നിന്ന് വിടിവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആഭിചാരവും മന്ത്രവാദവും കൂടോത്രങ്ങളും ക്ഷുദ്രങ്ങളും വിവിധ കുതന്ത്രങ്ങളും ദേശത്തിന്റെ പൂരികളും വ്യാപാരങ്ങളും എല്ലാം കൂടെ നിന്റെ കുടുംബത്തെ പോരാടിക്കൊണ്ടിരിക്കുക, തകർത്തുകൊണ്ടിരിക്കുക. പാപത്തിന്റെ വശീകരണത്തിനകത്ത് നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക. സമാധാനം ഉണ്ടോ ഇന്ന്? എവിടെ പോയി നിങ്ങളുടെ സമാധാനം, സന്തോഷം? പിശാച് തകർക്കുക. നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് ആര് വിഴുങ്ങുക എന്ന് തിരഞ്ഞ് അതിനെ പറഞ്ഞു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അവൻ അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങിട്ടും തിരഞ്ഞ് ചുറ്റി നടക്കുക. അപ്പം പിശാച് നിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ വചനം പറയുന്നതിന്റെ ഹൃദയത്തിൽ നീ സൂക്ഷിക്കണം. ഇത് യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണ് ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-4 തൊട്ട് താഴെ വാക്യങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ.
ശേമ എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഈ വിശ്വാസ പ്രമാണം ദിവസവും 2 പ്രാവശ്യം രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും ഏറ്റുചൊല്ലുന്ന പതിവ് യഥാസ്ഥിക യഹൂദന്മാർക്ക് അന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പൊ യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഏക ദൈവവിശ്വാസത്തെയാണ് അല്ലെങ്കിൽ സ്തോത്രം ആവർത്തനം 6:4 പറയുന്നത്. അല്ലെങ്കിൽ സത്യവിശ്വാസികൾ ഈ വാക്യം ദിനംതോറും 2 പ്രാവശ്യം ഉരുവിടണമെന്ന് മോശയാണ് അവരോട് ആജ്ഞാപിച്ചത്. പ്രൈസലോട് അല്ലെങ്കിൽ അപ്പൊ സ്തോത്രം ആജ്ഞാപിച്ചത് അല്ലെ. എന്നാൽ പാരമ്പര്യം പറയുന്നത് എബ്രായ ഭാഷയിൽ വാക്യം എഴുതുമ്പോൾ ആദ്യത്തെയും അവസാനത്തെ അക്ഷരം വലുതായി എഴുതിയിരിക്കുന്നു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അതിന്റെ കാരണം ഈ വാക്യത്തിന്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കണം എന്നായിരുന്നു. അപ്പൊ ഈ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് നാം ജീവിക്കേണ്ടത്. ഏക സത്യ ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അല്ലെങ്കിൽ കർത്താവിന്റെ വചനങ്ങളെ നീ വിശ്വസിക്കണം. ഇത് നിരന്തോറും നീ വായിക്കണം. അല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് വചനം പറഞ്ഞു ചോദിക്കട്ടെ, നിന്റെ ഭവനത്തിനകത്ത് സത്യവചനത്തെ വായിച്ച് നീ പ്രാർത്ഥിക്കാറുണ്ടോ? സുവിശേഷം നിന്റെ ഭവനത്തിൽ പങ്കുവെക്കാൻ വരുന്നവരുടെ അരികെ നീ ഇരുന്ന് കേൾക്കാറുണ്ടോ? സുവിശേഷം നീ കാതുകൾ കൊടുക്കാറുണ്ടോ? ജീവിത വിശുദ്ധി നിന്റെ ജീവിതത്തിലുണ്ടോ? ദൈവമായിട്ടുള്ള ബന്ധമുണ്ടോ? അതോ ലോകത്തോടുള്ള ബന്ധമാണോ നീ കൂട്ടിപ്പുലർത്തുന്നത്? ലോകത്തോടുള്ള ബന്ധമാണെങ്കിൽ നീ അത് ഉപേക്ഷിച്ച് നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന ലോകത്തിന്റെ മോഹങ്ങളെ ഇമ്പങ്ങളെ ഒക്കെ നീ മാറ്റിക്കളഞ്ഞിട്ട് ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. പാരമ്പര്യങ്ങളും പാരമ്പര്യ മഹത്വങ്ങളും പറഞ്ഞ് കഴിവും പ്രാപ്തിയും പ്രശംസയൊക്കെ പറഞ്ഞ് പണവും ഒക്കെ പറഞ്ഞ് നീ അഹങ്കരിച്ച് നടന്ന് അവസാനം അടിസ്ഥാനം മറിഞ്ഞുപോയ കുടുംബം പോലെ നിന്റെ കുടുംബം തകർന്നു പോകാതെ ദൈവവചനത്താൽ ഉറപ്പുള്ളതായിരിക്കണം. പാറമേൽ പണിത വീട് പോലെ ബുദ്ധിയുള്ള മനുഷ്യരുടെ തുല്യനായി നിന്റെ ഭവനം ദൈവസന്നിധി പണിതെടുക്കണം. അപ്പൊ ഇവിടെ ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ സ്തോത്രം ചെയ്യാതിരിക്കേണ്ടതിന് അല്ലെങ്കിൽ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ 119 സങ്കീർത്തനം എഴുതുന്നത് ആരാണെങ്കിലും അല്ലെങ്കിൽ അത് എസ്രാ എഴുതിയെന്ന് നെഹ്മ്യാ എഴുതി അങ്ങ് പലരെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും എഴുതിയാൽ ആ വചനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവിടെ പറഞ്ഞ 119 സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നതിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പം ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ മദ്യഷാപ്പിലേക്കും ബീവറേജിലേക്കും ബാറിലേക്കും നീ ഓടത്തില്ല, നീ വ്യഭിചാരശാലയിലേക്ക് ചൂതാട്ട സ്ഥലങ്ങളിലേക്ക് നീ പോകത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ കൂട്ടുകാരുമായിട്ട് ദുഷ്ടന്മാരുടെ ഭാവിയുടെ പരിഹാസത്തിൽ ഇരിപ്പിടത്ത് നീ പോയി ഇരുന്ന് കുശലം പറയത്തില്ല. അല്ലെങ്കിൽ വചനത്തിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നീ ദൈവത്തോട് പാപം ചെയ്യും. അതുകൊണ്ട് നിന്റെ വാക്കിൽ നിന്ന് വരുന്നത്, നിന്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം ദൈവമുമ്പാകെ അത് ദോഷമുള്ളതായി മാറും. അപ്പൊ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഈ 9-ാം വാക്യത്തിൽ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും സുപരിചിതമാണ് ഈ 9-ാം വാക്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ്? ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് തന്നെ. ഞാൻ പൂർണ്ണഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ട് നടക്കുവാൻ എനിക്ക് ഇടവരരുതേ. എന്നിട്ടോ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ സംഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വചനമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രമാത്രം വചനം പഠിക്കാൻ കഴിയുമോ അത്രമാത്രം നിങ്ങൾ വചനം പഠിച്ചോണം. ഹല്ലേലൂയ. എത്രമാത്രം വചനം നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ കഴിയുമോ അത്രമാത്രം വചനം നിങ്ങൾ മനഃപ്പാഠമാക്കണം. നിങ്ങൾ മക്കളെയും കൂടെ പറഞ്ഞ് പഠിപ്പിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞ് യുവതലമുറ ഇന്ന് വളർന്നു വരുന്നത് സകലവിധ പാപങ്ങൾക്കും വശംവതരായിട്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ യുവതലമുറ വളരുന്നത് സകലവിധ പാപങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറ ശൈശവത്തിൽ കുഞ്ഞുങ്ങളുടെ ശൈശവം അതിന് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് അതിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊട്ട് മാതാപിതാക്കൾ ഈ മൊബൈലിനകത്തെ അശ്ലീലമായ കാര്യങ്ങളെല്ലാം കാണിച്ച കൊച്ചു പിന്നെ എന്ത് ചെയ്യും? താണി മൊബൈൽ വാങ്ങിച്ച് തോണ്ടി അതിനകത്തെ കണ്ടുപഠിച്ച് അശ്ലീലമായതൊക്കെ ഈ കുട്ടിയെ അങ്ങ് പഠിപ്പിക്കുക. ആരാ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കളാ. സഹോദരി സഹോദരൻ, നിന്റെ മകൻ പിഴയ്ക്കാൻ കാരണം തെറ്റായ വഴി ദൈവമില്ലാതായത് നീ മുഖാന്തരം. നീ വളർത്തിന്റെ കുഴപ്പം കണ്ട. ചെറുപ്രായത്തിലെ നിന്റെ മക്കൾക്ക് മൊബൈൽ ഇട്ട് കൊടുക്കേണ്ടത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ ഞങ്ങൾക്കൊന്നും മൊബൈൽ കാണാനോ അന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ല.
അല്ലേരിയ. അതുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ കളിച്ച് ഇന്നത്തെ കാലം നീ നിന്റെ മക്കൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അവനെ പാട്ട് പാടി ഉറക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ താരാട്ട് പാടുമ്പോൾ ഒക്കെ ഈ മൊബൈലിനകത്ത് അമ്മയുടെ സ്തോത്രം ഈ കച്ചറയൊന്നും കാണിച്ചല്ല വളർത്തേണ്ടത്. നീ വീട്ടിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നടക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ വചനം നിന്റെ പറഞ്ഞ മക്കളെ പഠിപ്പിക്കണം. നീ എലിയെ നിന്റെ കൊച്ചിനെ എടുത്തു വെച്ച് ചോറ് വാരി കൊടുക്കും. കാക്കയും പട്ടിയും പൂച്ചയും എലിയും അമ്മയും ഒക്കെ കാണിച്ചല്ലേ കുട്ടിക്ക് ചോറ് കടിക്കേണ്ടത് അല്ലെ കൊടുക്കേണ്ടത് അല്ലേ? അങ്ങനെ നല്ല കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ടത് അമ്മ ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അല്ലേരിയ. ഞാൻ ഒരിടത്ത് അല്ലെങ്കിൽ സ്തോത്രം എങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി കുട്ടിക്ക് ചോറ് കൊടുക്കുക. ചോറ് കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഇത് തമ്പാച്ചൻ വരുമെന്ന് പറഞ്ഞു. അല്ലേരിയ. അപ്പൊ തമ്പാച്ചൻ വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരാ വരാനുള്ളത്. കാരണം ഞാൻ ഈ കത്തോലിക്ക സഭ എന്ന ആളാണ്. അപ്പൊ ഈ തമ്പാച്ചൻ എന്ന് പറഞ്ഞ ആളെ എനിക്കറിയാം. അല്ലേരിയ. കത്തോലിക്കരത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ലേ ദൈവത്തെ കുറിച്ച് പഠിക്കുന്നത് തമ്പാച്ചൻ എന്നാ. തമ്പാച്ചൻ എന്ന് പറയുന്ന ഒരു നാമം വേദപുസ്തകത്തിലെ ദൈവത്തിലില്ല. ഈ തമ്പാച്ചൻ എന്ന് പറയുന്ന നാമം എവിടുന്ന് വന്നറിയത്? ഞാൻ പലപ്പോഴും തമ്പാച്ചൻ എന്ന് പറയുന്ന മനുഷ്യന്റെ പേരാണ്. മനുഷ്യന്റെ തമ്പാച്ചന്റെ പേരാണ്. അവൻ മുഴു കള്ളുകൂടിയതാണ്. അപ്പൊ മക്കളെ പറഞ്ഞു വിടുക തമ്പാച്ചൻ എന്തൊക്കെ അവർ ദൈവത്തിന് പേര് തമ്പാച്ചനാണ്. വേദപുസ്തകം എവിടെയും തമ്പാച്ചെന്ന് കാണിക്കാൻ കഴിയുമോ ക്രൈസ്തവ? നിനക്ക് നീ ഒരു ക്രിസ്ത്യാനിയാണോ? നീ ഒരു ക്രിസ്ത്യാനാണെങ്കിൽ നീ മാമോദീസ വെള്ളം വീണവനാണെന്ന് നീ പറയുന്നെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനി ജീവിക്കും. തമ്പാച്ചൻ എന്ന് പറഞ്ഞ പേര് ദൈവത്തിന് എവിടെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? ചില അപ്പച്ചൻ, യേശു അപ്പച്ചൻ എന്ന് പറഞ്ഞ പേര് ദൈവത്തിനില്ല. അപ്പച്ചൻ എന്ന് പറഞ്ഞ പേരുമില്ല, തമ്പാച്ചൻ എന്ന് പറഞ്ഞ പേരുമില്ല. യേശുക്രിസ്തുവിന്റെ നാമം എന്താ നീ പഠിക്കും? യേശുവിന്റെ നാമം പറഞ്ഞ് യേശുവിനെ പറഞ്ഞ് പഠിപ്പിക്കൂ വെച്ചേ. അല്ലേലില്ല. അപ്പൊ ഞാനവരോട് പറഞ്ഞു തമ്പാച്ചൻ വരുമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ പഠിപ്പിക്കരുത്. യേശുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. അവന്റെ നാവ് അമ്മ യേശുവിനെ കുറിച്ച് പറയട്ടെ. അവന്റെ അതരങ്ങൾ യേശുവിനെ അമ്മ സംഗ്രഹിക്കട്ടെ. അല്ലേലിയ. പ്രൈസലോട്. അല്ലേലിയ. നമ്മുടെ വളർത്തുദോഷമാണ് പലതും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് കേട്ടോ. എന്നിട്ട് അടുത്ത വീട്ടിലെ ചേട്ടന്റെ കുട്ടി അടുത്ത വീട്ടിലെ ശിശു മോളെ കുറിച്ച് പറയുന്നത് അവൾ കാരണമാ അവൻ മാത്രം എന്റെ മക്കളെ പഠിച്ചല്ല, നീ അതിന്റെ മക്കളെ പഠിപ്പിച്ചത്. രക്തം ചെയ്യും. അല്ലേലിയ. നിന്റെ മക്കളെ കള്ളുകൂടി പഠിപ്പിച്ചതാരാ? സ്രോതാവേ, നീയല്ലേ എന്നെ കേൾക്കുന്ന സഹോദര. ബീവറേജിൽ കിടന്ന അവിടെ ഇവിടെ കിടന്ന കള്ളും ബ്രാൻഡിയും മേടിച്ച് നീ വീട്ടിൽ കൊണ്ടുവച്ച് നീ കുടിക്കുന്ന കൂട്ടത്തിൽ നിന്റെ കൊച്ചിന്റെ നാവിനെ തൊട്ടുകൊടുത്തത് നീയല്ലേ? അതിനെ നാവ് കൊണ്ട് ഞുണയുവാൻ, നാവ് കൊണ്ട് രുചിച്ചറിയാൻ അതിനെ പഠിപ്പിച്ച നീയല്ലേ? അതിനല്ലേ ആ കുട്ടിക്കല്ലേ പിന്നെ നീ ഗ്ലാസ്സിൽ കോരി കൊടുത്തത്? അതല്ലേ പിന്നെ കൊച്ചു സ്വന്തം കൈ കൊണ്ടെടുത്ത് കുടിക്കാൻ തുടങ്ങിയത്? അവൻ പിന്നെ എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് കുടിച്ച് നാട്ടിൽ പോയി കുടിക്കാൻ തുടങ്ങിയില്ലേ? പിന്നെ അവനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ കാണും? ബീവറേജിന്റെ പഠിക്കുക കാണും, അല്ലെ ബാറിൽ ചെന്ന്, അല്ലെ കൾഷാപ്പിൽ കാണും. നീയാ പഠിപ്പിച്ചത്, നീയാ അതിന്റെ മക്കളെ പഠിപ്പിച്ചത്. ലോകക്കാരെ കുറ്റം പറയരുത്. അല്ലേരിയ. ലോകക്കാരെ അയൽവാസി കുറ്റം പറ. അവരൊന്നും പഠിച്ചിട്ടില്ല. അവരുടെ വീട്ടിൽ മദ്യപാനി കാണും, അവരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളവർ കാണും. പക്ഷെ നിന്റെ മക്കളെ പഠിപ്പിച്ച നീ എന്തുകൊണ്ട്? നിന്റെ ഞാൻ നിന്നോട് നീ കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആ വചനം നിന്റെ ഹൃദയത്തിൽ ഇല്ലാതെ പോയതാണ് കുടുംബത്തിന്റെ നാശം മുഴുവൻ. ഇതൊക്കെ അങ്ങോട്ട് നിങ്ങൾക്ക് കൂടെ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്താ പ്രശ്നം? വചനം പറയാതിരിക്കാൻ പറ്റുമോ? അല്ലേ? അപ്പൊ ഇവിടെ വചനം പറയുന്നത് ദാവീദ് പറയുക, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്ന നിന്റെ വചനത്തിന്റെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അല്ലേ? അപ്പൊ ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതലേ പറഞ്ഞു പഠിപ്പിക്കണം. ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ കഴിയുന്ന വചനങ്ങൾ നിന്റെ മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലേരിയ. ബാല്യം മുതലേ പഠിപ്പിക്കണമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അല്ലേരിയ 2 തിമോഥെയോസിന്റെ 3:14 വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ചെറുപ്പത്തിൽ ഹൃദയസ്ഥമാക്കുന്ന ദൈവവചനം പ്രായമായാലും മറന്നു പോകത്തില്ല. ചെറുപ്രായത്തിൽ മക്കളുടെ ഹൃദയത്തിൽ വീഴുന്ന വചനം ആ മക്കൾ വളർന്നാലും അതവരുടെ ഹൃദയത്തിൽ മാറിപ്പോകാതെ അവരുടെ കഷ്ടം വരുമ്പോൾ, പ്രയാസം വരും, രോഗം വരും, ദുഃഖം വരുമ്പോൾ അവർ വചനം പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങും. ഗ്രഹം 119 സങ്കീർത്തനം കാണാറുള്ള കുട്ടികളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലേലിയ. ആമേ 100 കണക്കിന് വചനം പറയുന്ന ദൈവമക്കളുണ്ട്. സ്തോത്രം. അല്ലേലിയ. അങ്ങനെ നന്നായിട്ട് വചനം അനുസരിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേലിയ. നിന്റെ ഹൃദയത്തിൽ വചനം ഉണ്ടാകണം. അല്ലേ? ദൈവമായിട്ടായിരിക്കണം നിനക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ അല്ലിയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറഞ്ഞു, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 10-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലേലിയ. അവിടെ നിങ്ങൾ വായിച്ചു നോക്കുക. സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായം 8-ാം വാക്യം. അല്ലേലിയ. എന്താണ് പറയുന്നത്? സ്തോത്രം. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അല്ലേലിയ. സ്തോത്രം. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സഭയുമായി നിന്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെയാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വേണമെന്ന് പൗലോസും പറയുക.
ഹല്ലേലൂയ. അപ്പൊ നിന്റെ കൈകളിലുള്ള വേദപുസ്തകം ലോകപ്രകാരമുള്ള പുസ്തകം പോലെ അച്ചടിച്ചിരിക്കുന്നുവെങ്കിലും അതിനകത്തുള്ള വചനങ്ങൾ ജീവനുള്ളതാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ലോകപ്രകാരം ലോകത്തിലുള്ള പ്രസ്സുകളിൽ അച്ചടിച്ചതാണെങ്കിലും ലോകത്തിലുള്ള മറ്റ് എല്ലാ പുസ്തകങ്ങളെക്കാളും ശ്രേഷ്ഠമേറുന്ന അതിനകത്ത് അച്ചടിച്ചെഴുതിക്കുന്ന വചനം ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്നതായതുകൊണ്ടും അത് പരിശുദ്ധാത്മാ നിയോഗത്താൽ ദൈവദാസന്മാർ എഴുതി നമുക്ക് തന്നിരിക്കുന്നത് ആ വചനം ജീവനുള്ളതായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ജീവനുള്ള വചനം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകത്തിലെ വചനങ്ങളാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം 4:12 പൗലോസ് പറഞ്ഞത് ദൈവത്തിന്റെ വചനം ജീവനുള്ളതും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനുള്ളത്. അപ്പൊ സത്യവേദ പുസ്തകത്തിനകത്ത് ലോകത്തിൽ മാനുഷികമായ കരങ്ങൾ കൊണ്ട് പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നതാണെങ്കിലും ദൈവത്തിന് വചനം ജീവനുള്ളത്. അത് ജീവനുള്ള ചൈതന്യമുള്ളതും. അല്ലെങ്കിൽ ആ വചനം ജീവനുണ്ട്. ആ വചനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ചൈതന്യം ഉണ്ടാകും. അത് ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. ഇരുവായുത്തലുള്ള വാള്, രണ്ട് സൈഡ് മൂർച്ചയുള്ള വാള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആ ഇരുവായുത്തലുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതും അത് ആത്മാവിനെയും സന്ധിമനസ്സുകളെയും വേർപിടിക്കുക തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്നാണ് അല്ലെങ്കിൽ എബ്രാഹിം ലേഖനം 4:12 പറയുന്നത്. അപ്പം വചനത്തിനുണ്ട് ജീവനുണ്ട്, ചൈതന്യമുണ്ട്, ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ വിവേചിക്കത്തക കീറി മൂർച്ച ചേരുന്ന ഈ വചനം. അപ്പം വചനം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പാപം നിന്നിൽ വസിക്കത്തില്ല. വചനം നിന്റെ ഉള്ളിൽ ഇല്ലാതെ പോയതാണ് പാപം നിന്നിൽ വളരുവാൻ തുടങ്ങിയത്, മോഹം വളർന്നത്, ആശകൾക്കും ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും നീ സ്ഥാനം കൊടുത്തത് വചനം നിന്റെ ജീവിതം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. വചനമില്ലാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്ത് പിശാച് പ്രവർത്തിക്കുന്നത്. വചനമില്ലാത്തതുകൊണ്ടാണ് നിന്നെ രോഗിയാക്കി മാറ്റുന്നത്. നിന്നെ ബന്ധനത്തിലേക്ക് കൊണ്ടുവരുന്ന ആഭിചാരത്തെക്കുറിച്ച്, മന്ത്രവാദ ഗൂഢസൂത്രത്തെക്കുറിച്ച് നീ പറഞ്ഞ് അതിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വചനം നിന്റെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. പിശാചെന്ന് കേട്ടാൽ നിനക്ക് പേടിയല്ലേ? പിശാചെന്ന് കേട്ട സാത്താന്ന് കേട്ട പേടിയ. എന്തുകൊണ്ടാണ് സാത്താന്ന് കേട്ട നിനക്ക് പേടി വരുന്നത്? വചനത്തിന്റെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. വചനത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താനെ നീ പേടിക്കണ്ട, പിശാചിനെ നീ പേടിക്കണ്ട. അവരെ വഴിക്ക് പൊക്കൊള്ളുന്നേ. അവന് നീയുമായിട്ട് എന്താ ബന്ധം? അവന് നീയുമായിട്ട് എന്താ കടപ്പാട്? ഹല്ലേലൂയ. പിശാച് നിന്റെ ഹൃദയത്തിൽ വന്നാൽ, പിശാചിന്റെ കുടുംബത്തിൽ വന്നാൽ, പണ്ടൊക്കെ പഴമക്കാരിൽ അവൻ നിന്റെ കുടുംബം കുളം തോട്ടെന്ന് പറഞ്ഞതുപോലെ പിശാച് നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ കുടുംബത്തെ കോളം തോണ്ട്, നിന്റെ തലമുറയെ നശിപ്പിക്കും, നിന്റെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തിക്കളയും. അല്ലെങ്കിൽ പാവം നിന്റെ കുടുംബത്തിനകത്ത് കുടിയിരിക്കാൻ തുടങ്ങി, അവന് വസിക്കാൻ തുടങ്ങും. അല്ലേലി. അതുകൊണ്ട് നീ ദൈവവചനത്തിൽ വിശ്വസിക്കണം. രക്തം ചെയ്യാം. ഈ വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അപ്പൊ നിങ്ങളുടെ കൈകളിലുള്ള വേദപുസ്തകം ലോകപ്രകാരമുള്ള പുസ്തകം പോലെ അച്ചടിച്ചിരിക്കുന്ന ദൈവവചനങ്ങൾക്ക് മാത്രമേ ആത്മാവും ജീവനും ഉള്ളൂ. മറ്റുള്ള പുസ്തകത്തിനൊന്നും ആത്മാവും ജീവനുമില്ല. ചരിത്രങ്ങളാണ്, ഐതിഹ്യങ്ങളാണ്, കഥകളാണ്, ഹല്ലേലൂയ, നിർമ്മിത കഥകളാണ്, കെട്ടുകഥകളാണ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് വചനം എന്ന ആത്മാവും ജീവനുമാണ്. ആകയാൽ ഞാൻ നിങ്ങളുടെ ആത്മാവിനെ ഉയർപ്പിക്കുന്നു, ദൈവസാദൃശ്യത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു. ആകയാൽ ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ സ്ഥിരമായി എഴുതണം. വചനത്തിന് മാത്രമേ നമ്മെ ഉയർപ്പിക്കുവാനും ജീവൻ നൽകുവാനും സൗഖ്യമാക്കുവാനും ആശ്വാസം നൽകുവാനും സന്തോഷം നൽകുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനും സൗഖ്യം തരുവാനും ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് വചനത്തിന്റെ ഹൃദയത്തിൽ എഴുതാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ വചനം നാം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. സദൃശവാക്യം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദൃശവാക്യം 2-ാം അധ്യായം 2-ാമത്തെ വാക്യമായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങൾ എന്ത് ചെയ്യണം? കൈക്കൊണ്ട് അവന്റെ കൽപ്പനകൾ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോഭക്തി ഗ്രഹിക്കുകയും ദൈവജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വചനത്തിന് വേണം പ്രാധാന്യം കൊടുക്കാൻ. ഹല്ലേലൂയ. ലോകത്തിന് മറ്റൊന്നിന് നീ പ്രാധാന്യം കൊടുക്കരുത്. ലോകത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവവചനത്തിനാണ്. വചനം നിന്റെ ഹൃദയത്തിൽ എഴുതണം. നിന്റെ ഹൃദയത്തിന്റെ മാംസത്തിലെ എഴുതണം. അതിന്റെ കൈകൾക്ക് അടയാളമായിരിക്കണം. നിന്റെ കണ്ണുകൾക്ക് പട്ടമായിരിക്കണം. നിന്റെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കണം.
നീ കിടക്കുമ്പോഴും നടക്കുമ്പോഴും നീ പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴെല്ലാം ഈ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. രക്തം ചെയ്യും അല്ലേരിയ. അപ്പം ദൈവാത്മാവ് ശക്തമായ ആലോചനകൾ ദൂതുകളൊക്കെ നമുക്ക് കൈമാറി തരുന്നത് അവയെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം അല്ലേരിയ. അപ്പം വചനം തന്നെ പറയുന്നത് സ്തോത്രം അല്ലേരിയ. എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ. വചനം നമ്മൾ കൈക്കൊള്ളണം. വചനത്തെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ് അല്ലേരിയ. അപ്പൊ ഇവിടെ സദൃശവാക്യം വചനം കൈക്കൊണ്ട് അതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ, യോഹന്നാന്റെ വിഷയം 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ. അപ്പൊ ഈ സദൃശവാക്യക്കാരൻ പറഞ്ഞു വചനം കൈക്കൊള്ളണം, അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. യേശു യോഹന്നാന്റെ വിഷയത്തിൽ പറഞ്ഞു അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു. അത് വചനമാണ് നിന്നെ നിലനിർത്തേണ്ടത്, വചനമാണ് നിന്നെ പോഷിപ്പിക്കേണ്ടത്, വചനമാണ് നിന്നെ ശക്തീകരിക്കേണ്ടത്, വചനമാണ് നിന്നെ നിലനിർത്തേണ്ടത്, വചനമാണ് നിനക്ക് പ്രത്യാശ, വചനമാണ് നിനക്ക് സുപരിചിതമായ അനുഭവത്തെ കൊണ്ടുവന്ന് നിന്നെ സുബോധത്തിലേക്ക് നടത്തുന്നത്. ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ വചനത്തിന്റെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ 119 സംഗീതത്തിന് 105 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന പുസ്തകം ആവർത്തന പുസ്തകം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ എത്രമാത്രം നിനക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. വീണ്ടും നമ്മൾ ദൈവ സദൃശവാക്യത്തിലേക്ക് 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ എവിടെ അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങളെ പഠിപ്പിക്കണം. ലുലിയ ദൈവത്തിന്റെ വചനങ്ങളെ പഠിപ്പിച്ച് നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ ഭവനത്തിലുള്ള ഹൃദയത്തിൽ അതിനെ സംഗ്രഹിക്കത്തക്ക നിലയിൽ ആ വചനങ്ങൾ പ്രമാണിച്ച് ജീവിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കണം. പ്രേസരോ. അപ്പൊ നമ്മൾ എന്തിനെ അനുസരിച്ച് ജീവിക്കണം? വചനം അനുസരിച്ച് ജീവിക്കണം, വചനം പ്രമാണിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നത് അല്ലൊരു സ്തോത്രം ഒരു പിതാവിന്റെ ബുദ്ധി ഉപദേശമാണ് അല്ലൊരിയ. ഈ സദൃശ്യവാക്യം 4-ാം അധ്യായം 1 തൊട്ട് 9 വരെ ഉള്ള വാക്യം. ഒരു പിതാവ് തന്റെ മകനെ ഉപദേശിച്ച് നടത്തും. നമുക്കറിയാം, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പിതാവിന് വളരെ പ്രതീക്ഷയുണ്ട്. എല്ലാ കുടുംബത്തിലും പിതാക്കന്മാരെ കുറിച്ചല്ല, ചില കുടുംബത്തിലെ പിതാക്കന്മാർക്ക് തങ്ങളുടെ മക്കളെ കുറിച്ച് നല്ല പ്രതീക്ഷയുണ്ട്, അവരെക്കുറിച്ച് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പിതാക്കന്മാർ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് യേശുവിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച്, വചനത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കും. ആ മക്കളെ കുറിച്ച് പ്രതീക്ഷയില്ലാത്ത മാതാപിതാക്കൾ അവർക്ക് TV കാണിച്ചു കൊടുത്ത്, മൊബൈലിൽ കാണിച്ചു കൊടുത്ത്, ലോകത്തിന്റെ പാഠങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച് അവർക്ക് കള്ളും കൊടുത്ത് എല്ലാ ലഹരിയും കൊടുത്ത് അവരെ പഠിപ്പിക്കും. മക്കളെ കുറിച്ച് പ്രതീക്ഷയില്ലാത്ത മാതാപിതാക്കൾ അങ്ങനെ. മക്കളെ കുറിച്ച് പ്രതീക്ഷയുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യും? അവനെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കും. ഒരപ്പൻ മകനോട് ബുദ്ധി ഉപദേശിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശിച്ചിരിക്കുകയാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാൻ പിതാവ് തന്റെ മകനെ ഉത്സാഹിപ്പിക്കുന്നതാണ് ഈ സദൃശവാക്യം 4 നമ്മൾ കാണുന്നത്. അപ്പൊ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പിതാവ് മകന് നൽകിയ ഉപദേശങ്ങളെ സംഗ്രഹമാണ്. അപ്പം പിതാവ് എന്ത് ചെയ്യണം? മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. ലേലിയ വീട്ടിലിരിക്കുന്ന മാതാവ് എന്ത് ചെയ്യണം? മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണം. അല്ലേലിയ. അപ്പം പിതാവിന്റെ ഉപദേശങ്ങളുടെ ശക്തി വലയത്തിൽ നിന്ന് നിലനിൽക്കണം. പിതാവിന്റെ പറഞ്ഞു കൊടുക്കുന്ന ഭവനത്തിൽ പിതാവ് പറഞ്ഞു കൊടുക്കുന്ന വചനത്തിനകത്ത് മക്കൾ നിലനിൽക്കണം. അല്ലേലിയ. സോദരൻ, മകൻ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു അല്ലെങ്കിൽ എന്നാൽ തുടർന്ന് ആ ഉപദേശത്തിൽ നിൽക്കാതിരുന്നാൽ അവന്റെ കൃത്യനിർവഹണത്തിൽ തികച്ചും പരാജയപ്പെടുകയാണ്. അല്ലേ? നമ്മൾ പറയും എന്റെ മക്കൾക്ക് ഭയങ്കര കഴിവാ, ഭയങ്കര ബുദ്ധിയാ, ഭയങ്കര ജ്ഞാനമാ, അവനെല്ലാം ചെയ്യും. അല്ലെങ്കിൽ ചില വീട്ടിലേക്ക് വരുമ്പം നമ്മൾ പറയും എന്റെ പാസ്റ്റർ മൊബൈൽ അങ്ങോട്ട് കുട്ടിയൊക്കെ നമുക്ക് പോലും അറിയത്തില്ലാത്ത കാര്യം അവർ പറഞ്ഞു വരുന്ന അവർ പഠിപ്പിക്കുന്നത്. അവർക്കറിയാം എന്താ അവിടെ കിടക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ജഡത്തിൽ പ്രശംസിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. അല്ലേ? എന്നാൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മാതാപിതാക്കൾ എന്റെ പാസ്റ്റർ ഞങ്ങളുടെ കുഞ്ഞ് എത്ര വചനം പറയാറ്, എത്ര വചനമുള്ള കാണാതെ പഠിച്ചിരിക്കുന്നത്, അവൾ എപ്പോഴും പ്രാർത്ഥിക്കും ദൈവം എന്ന് വെച്ചാൽ അത് പറയാൻ ഈ കാലഘട്ടത്തിൽ ഒരു മാതാവും പിതാവും ഇല്ല. നമ്മൾ ഞങ്ങളുടെ കൊച്ചു യൂട്യൂബിന് നന്നായിട്ട് അറിയാം കേട്ടോ, ഫേസ്ബുക്ക് അറിയാം, അവക്കറിയാം എന്തെല്ലാം കിടക്കുന്ന കാർട്ടൂൺ എവിടെ കിടക്കുന്ന അറിയാം. ഇത് പറഞ്ഞ് നീ പഠിപ്പിച്ചാൽ നിന്റെ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ വചനത്തിൽ വിട്ടുമാറി അവൻ ചെയ്യുന്ന കൃത്യനിർവഹണങ്ങളെല്ലാം, അവൻ ചെയ്യുന്ന ജോലികളെല്ലാം പരാജയപ്പെട്ടു പോകും. അതെല്ലാം ഉത്തരവാദി വീട്ടിലെ മാതാപിതാക്കളാണ്. ലേലിയ.
ആമേ സ്തോത്രം. നിന്റെ കുടുംബത്തിനകത്ത് അടിസ്ഥാന ഉപദേശം, അടിസ്ഥാന വിദ്യാഭ്യാസം നിന്റെ കുടുംബത്തിൽ മാതാപിതാക്കളാൽ മക്കൾക്ക് ലഭിച്ച് അവരെ ദൈവവചനത്തിലൂടെ പത്യോപദേശത്തിലൂടെ വളർത്തിയെടുക്കുന്നെങ്കിൽ മാത്രമേ അവൻ വളർന്നു വരുമ്പോൾ, അവൾ വളർന്നു വരുമ്പോൾ വചനത്തിൽ നിലനിൽക്കത്തുള്ളൂ, അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ടു പോകാതെ ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ മറിമായങ്ങൾക്കകത്ത് വീണ് സാത്താന്റെ കുതന്ത്രങ്ങൾ വീണ് നിന്റെ തലമുറ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. ഹല്ലേലൂയ. അതിന്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നീ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നീ ഹല്ലേലൂയ അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും എല്ലാം നീ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല നിന്റെ കൈമേൽ അടയാളമായി കണ്ണുകൾക്ക് പട്ടമായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വചനം നിന്നെ നിലനിർത്തും, വചനം നിന്നെ ശക്തീകരിക്കും, വചനം നിന്നെ ജീവിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വചനത്തിന് ജീവനുള്ള വചനമാണ്. രക്തം ചെയ്യും. പാപത്തിന്റെ വഴികൾ വിട്ട് മടങ്ങി വരണം, ലോകസുഖം വിട്ട് മടങ്ങി വരണം, ലോകത്തിന്റെ ആസക്തികൾ നീ വിടണം, ലോകത്തിന്റെ പാപ സുഖങ്ങളെ നീ വിട്ടിട്ട് മടങ്ങി വരണം. നിന്റെ കണ്ണുകൾക്ക് ഇമ്പം തരുന്ന, നിന്റെ ഹൃദയത്തിന് ആശ്വാസം നിന്നെ കാമി മോഹിപ്പിക്കുന്ന പാപ സുഖങ്ങൾ ഈ ലോകത്തിന്റെ കൺമുമ്പിൽ വെളിപ്പെടുമ്പോൾ, നിന്നെ പാപിയായ മനുഷ്യനെ കൂട്ടിന് വിളിക്കുമ്പോൾ പരിഹാസികളുടെ ഇരിക്കപ്പെട്ടിട്ട് നീ പോയിരിക്കാതെ പാപത്തിൽ നീ വീണു പോകാതെ മടങ്ങി വന്ന് ക്രിസ്തുവിന് നിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ പരാജയങ്ങളെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങുക. സൃഷ്ടാവായ ദൈവം നിന്നെ കുറിച്ച് ദുഃഖിക്കുക. നിന്റെ ജീവിതം കണ്ട്, നിന്റെ നടപ്പ് കണ്ട്, നിന്റെ പോക്ക് കണ്ട്, മദ്യപാനം കൊണ്ട്, നിന്റെ വെറുപ്പ് ജീവിതം കണ്ട്, ചൂതാട്ടം കണ്ട്, നിന്റെ അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളെ കണ്ട്, നീ മൊബൈലിനകത്ത് അശ്ലീലമായ സിനിമ കാണുമ്പോൾ, അശ്ലീലമായ കാര്യങ്ങൾ നീ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ, നിന്റെ സഹോദരനെ സഹോദരിക്ക് നീ വിരുദ്ധമായി നിൽക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന് വിരുദ്ധമായി നിൽക്കുമ്പോൾ, മാതാപിതാക്കളെ ശാസിക്കുമ്പോൾ, അവരെ ഉപദ്രവിക്കുമ്പോൾ, അവരെ തള്ളിക്കളയുമ്പോൾ, മക്കളെ തള്ളിക്കളയുമ്പോൾ, ആമേ ദേശത്ത് നീ അക്രമം അഴിച്ചിടുമ്പോൾ സ്വർഗം നിന്നെ കുറിച്ച് ദുഃഖിക്കുക. ആമീൻ. നീ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നീ പ്രാപിക്കും. ഹല്ലേലൂയ. ആമീൻ. നീ ലോകത്തിന് മുമ്പിൽ കണ്ണു പറയ്ക്കാം, അധികാരികളെ മറയ്ക്കാം, നിയമത്തിന് മുമ്പിൽ നീ ഒളിച്ചോടാം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ നിനക്ക് ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. നീ പറയുന്ന, നീ ചെയ്യുന്ന സകല പ്രവർത്തികളും സ്വർഗം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കണക്ക് തീർക്കും ദിവസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:10 പറയുന്നുണ്ട്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്ക പ്രതിഫലം പ്രാപിക്കുന്നതിന് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിനും നിൽക്കേണ്ടി വരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പൗലോസ് തന്നെ കൂടെ കൂട്ടിയാ പറഞ്ഞത്. കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിച്ച കർത്താവിന്റെ നാവായിരുന്നവൻ, ആമീൻ, 14 ലേഖനങ്ങൾ എഴുതി തന്നവൻ, സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമിട്ട് പരിശുദ്ധാത്മാവിൽ കൂടെ വചനം എഴുതി തന്ന പൗലോസ് പറയുകയാണ്, ഞാനും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാ, ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുമ്പോൾ, നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നും നമ്മുടെ കൺമുമ്പിൽ ദൈവം നിരത്തി വെക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, നീ കുറ്റക്കാരനായി തീരാതെ, നിന്റെ നിത്യ നരകത്തിലേക്ക് പോകാതെ, നീ പാപം ഏറ്റുപറഞ്ഞ് ദൈവവചനം സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിനോട് വിശുദ്ധ ജീവിതം നയിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിന്റെ വചനം അറിയിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ വചനങ്ങളെ പ്രസംഗിക്കും, സാക്ഷിയായി അറിയിക്കാൻ, പാതാളത്തിലേക്ക് പോകായി തിരിക്കേണ്ടതിന് നിങ്ങൾ ആ ദൈവരാജ്യത്തിലേക്ക് ലക്ഷ്യം വെക്കണം. അപ്പം വചനം നിങ്ങൾ കേൾക്കണം, പഠിക്കണം, അത് ജീവിക്കണം. നിങ്ങൾ പാതാളത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് നിങ്ങൾ എടുക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. ദുഷ്ടന്മാരാകട്ടെ നീതിമാന്മാരാകട്ടെ, ആമേൻ, നിങ്ങൾക്ക് വിശുദ്ധിന്മേൽ വിശുദ്ധിയും ബലത്തിന്മേൽ ബലവും, ആമേൻ, തേജസ്സും തരുവാൻ ഈ പുസ്തകത്തിന് കഴിയും. ഒരുപക്ഷെ നിന്റെ ജീവിതം മുഴുവൻ ദുഷ്ടതയായിരിക്കാം, ഒരു വർഷം മുഴുവൻ പാപമായിരിക്കും, ഒരു വർഷം മുഴുവൻ ദൈവത്തോട് അടുപ്പം കഴിയാത്ത വിധത്തിൽ നീ ഒരുപാട് പാപത്തിന് വശങ്കരനായിരിക്കുന്ന മനുഷ്യനായിരിക്കാം. പക്ഷെ നീ ദൈവത്തിന്റെ വചനത്തിന്റെ ഹൃദയത്തെ സംഗ്രഹിച്ച് വചനത്തിന്റെ ഹൃദയത്തെ സ്ഥാനം കൊടുത്താൽ നിന്റെ പാപങ്ങളെ മുഴുവൻ ക്ഷമിച്ച് നിന്റെ അറിയായ്മയുടെ കാലങ്ങളെ ആമേൻ ദൈവം പുറത്തിട്ട് നിന്നോട് കരുണ കാണിച്ച് യേശുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി വെടിപ്പാക്കി അവൻ വചനത്തിന്റെ ഹൃദയത്തെ സംഗ്രഹിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തരും, സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരും. വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും ഏത് ദുഷ്ടനും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുമെന്ന് യിരെമ്യാവിനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ആമീൻ ദൈവം പ്രവാചകനായി അഭിഷേകം ചെയ്തു. ആമീൻ കർത്താവിന് വേർതിരിച്ചു. എന്നാൽ യിരെമ്യാവ് പറഞ്ഞു, ഞാൻ ബാലനാണെന്ന്. ആമീൻ നിങ്ങൾ ആമീൻ സ്തോത്രമല്ലേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:7 വായിച്ച കാണുക. അപ്പം കർത്താവ് നീ ബാലനാന്ന് പറയരുത്.
ദൈവം നമ്മെ അല്ലെങ്കിൽ അമ്മ ശുശ്രൂഷകൾ ഏൽപ്പിക്കുമ്പോൾ നാം അത് സന്തോഷത്തോടെ ചെയ്യണം, രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഈ വചനമൊക്കെ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ കൊണ്ടാണ്. എന്തെന്നാൽ പണമല്ല കേട്ടോ. പണമൊക്കെ ജീവിക്കാൻ വേണ്ടി ദൈവം തരും, അതൊക്കെ ദൈവം തരുന്നത്, അതൊക്കെ ദൈവത്തോട് ചോദിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. പക്ഷെ ദൈവം ചെയ്ത നന്മയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്നെ പാപത്തിൽ നിന്ന് വിടിവിച്ച്, ശാപത്തിൽ വിടിച്ച്, മദ്യപാനത്തിൽ വെറുപ്പത്തും മയക്കുവരുന്ന അടിമയായ എന്നെ സുബോധമില്ലാതെ നടന്ന എൻ്റെ ജീവിതത്തിൽ സുബോധം തന്ന് എന്നെ ഒരു മനുഷ്യനിലേക്ക് മാറ്റിയത് ഈ വചനമാണ്. ഈ വചനം ഞാൻ എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചതാണ് എനിക്ക് വചനം പ്രസംഗിക്കാൻ കഴിയുന്നത്. രക്തം ചെയ്യും ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നിന്റെ മേലുള്ള ശാപത്തിന്റെ കെട്ടുകൾ അഴിയും. നിന്റെ മേലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയും. സാത്താൻ നിന്റെ നേരെ കൂടി നിൽക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. സാത്താൻ നിന്നെ വിട്ടോടിപ്പോകും. ദൈവത്തിന് കീഴടങ്ങുവേൻ. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങുക, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ സാത്താൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. ഹല്ലേലൂയ. വചനത്തിലേക്ക് മടങ്ങി വരാം. കർത്താവ് യെസ്കേലിനെ വിളിച്ചു. ദൈവവചനം ധൈര്യപൂർവ്വം പറയുവാനായി പറഞ്ഞു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ ഒരു പ്രബോധിപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. യെസ്കേലിന്റെ പുസ്തകം 3:17 കാണുന്നുണ്ട്. അപ്പം ദൈവം യെഹെസ്കേലിനെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ വചനം യെഹെസ്കേലിന്റെ നാവിന്മേൽ കൊടുത്തിട്ട് പറയുക, ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുക, ഈ ദേശത്തിന്റെ കാവൽക്കാരനാക്കി. ഹല്ലേലൂയ. നീ എന്റെ വചനങ്ങളെ അല്ലെങ്കിൽ എന്റെ വായിൽ നിന്നുള്ള വചനം കേട്ടിട്ട് എന്റെ നാമത്തില് പ്രബോധിപ്പിക്കണം. ജനത്തിന് പാപബോധം വരണം. അതിന് യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞത് ഈ വചനമാണ് ഞങ്ങളും സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ ഈ ദേശത്തിന്റെ കാവൽക്കാരായി ദൈവദാസന്മാരെ ആക്കി വെച്ചിരിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ വായിന്ന് വചനം കേട്ടിട്ട് ഹല്ലേലൂയ അത് ദേശത്തോട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അപ്പം സാധാരണക്കാരനൊക്കെ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീ, ഞാൻ കഴിഞ്ഞ എല്ലാ ദിവസവും പറഞ്ഞു, ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീ അറസ്റ്റ് ജയിലടച്ചു. ഇന്ത്യയുടെ പാർലമെന്റ് മുമ്പിൽ ഭരണപ്രതിഷ്ഠകളും LDFും ഖിരാമം നടത്തി. അവരെ കാണുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് അനവധി ഛത്തീസ്ഗഡിൽ നിന്ന് കാണിച്ചില്ല. കാരണം ആ കന്യാസ്ത്രീ ചെയ്ത തെറ്റെന്താ? ഹല്ലേലൂയ. ആ കന്യാസ്ത്രീകൾ എന്താണ് തെറ്റ് ചെയ്ത്? ആരെയും പിടിച്ചു പറിച്ചോ, മോഷ്ടിച്ചോ, അവരെന്തെങ്കിലും ദോഷമായി ചെയ്തോ, ദൈവികമല്ലാത്ത എന്തെങ്കിലും ചെയ്തോ, പാപം എന്തെങ്കിലും ചെയ്തോ, അവരാരെയും എന്തെങ്കിലും അപകരിച്ചു? ഒരു സാധനം പോലും ആരെയും അപകരിച്ചിട്ടില്ല. അവർക്കുണ്ടായ ദൈവവിളി അനുസരിച്ച് അവർ കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിന്റെ കന്യകമാരായിട്ട് അവരെ വേർതിരിച്ചു സുവിശേഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആന്തരിക സേവന രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത് വീടും വിട്ട് നാടും വിട്ട് മറ്റൊരു സംസ്ഥാനത്ത് പ്രവർത്തിച്ച്. അത് തെറ്റാണോ സഹോദര? നിങ്ങൾ അവരെ ജയിലിലടച്ചില്ലേ? ഹല്ലേലൂയ. അവർ എന്താണ് തെറ്റ് ചെയ്തത്? അതുപോലെ നിങ്ങൾ സുവിശേഷകന്മാരെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച കള്ളക്കേസ് കൂടി ജയിലടയ്ക്കുന്നു. എത്രയോ ദൈവദാസന്മാരെ നിങ്ങൾ ഉപദ്രവിക്കുക, എത്ര വിശ്വാസത്തിൽ എത്ര ക്രൈസ്തവ വിശ്വമാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. അവരെന്ത് പാപമാണ് ചെയ്തത്? ദൈവത്തിന് പ്രസംഗിച്ചതല്ലേ അവർ ചെയ്തുള്ളൂ. നിങ്ങൾ നന്നാകണം, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ മദ്യപാനം തരണം, ഇതൊക്കെയല്ലേ അവർ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് വചനം പറയുന്നത് അല്ലേ, പൗലോസ് പറഞ്ഞു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവരും യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുമെന്ന് റോമർക്ക് ലേഖനം എഴുതും പൗലോസ് 1:18 പറയുക. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നിന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ, വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവന്റെ കണ്ണുകൾക്ക് പട്ടമായിരിക്കണം. വചനം മറന്നു പോകരുത്. കണ്ണുകളുടെ ചാട്ട് ജീവിതത്തിൽ നിരാശയുടെ ദുഃഖത്തിന്റെ സങ്കടത്തിന് കണ്ണുതിന്റെ നടുവിൽ കടന്നു പോകുന്ന പ്രിയസഹോദരനേ, വചനത്തെ നിന്റെ ഹൃദയത്തിൽ സംഭരിച്ച മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. നിന്റെ കുടുംബം ഐശ്വര്യത്തിലേക്ക് വരുവാൻ ദൈവസ്ഥനെ കേൾപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല പിതാവേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യം 200 കോടി ജനം, സകല രാജ്യരാഷ്ട്ര തലവന്മാരി, സകല ജനത്തെ ശൈശവത്തിൽ ഭാര്യയും കൗമാരി യുവനത്തിൽ വാർത്ത അനുഭവത്തിൽ അശനയാചകർ, ഓർഫനേജ് ഉടഞ്ഞു തടവറയിലായിരിക്കും സകല ജനത്തെ ഓർ പ്രാർത്ഥി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, പുള്ളിയോട്ടാരുതുവരെ പാർക്കുന്ന സകല ജനത്തെ ദൈവങ്ങളിൽ പാപത്തിന്റെ വഴികളിട്ട് പാപത്തിന്റെ വശീകരണപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് യേശു ആത്മഷ്ടായിപ്പാൻ വചന ഹൃദയത്തെ സംഗ്രഹിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ സകല ജനത്തിൽ തീവ്രവാദ ഭീകരവാദ വർഗീയത പെരുകുന്നു, സുവിശേഷ വിരോധികൾ പെരുകുന്നു, ദൈവമക്കൾ ദൈവദാസന്മാർ ക്രൈസ്തവ മിഷന്മാർ സന്യാസികൾ അനവധി സ്ഥലം പീഡിപ്പിക്കപ്പെടുമ്പോൾ കള്ളക്കേസുകൾ ജയിലടയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തെ ഒരിക്കലും പരാജയമില്ല. ധൈര്യത്തോട് ഈ വാചന ആദിശക്തിയോട് പ്രസംഗിപ്പാൻ ദൈവസഭയിൽ ദൈവമക്കളെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജയിലിൽ കിടക്കുന്ന ക്രൈസ്തവ മിഷന്മാർ, സന്യാസിനികൾ, കർത്താവ് പാസ്റ്റർമാർ, വിശ്വാസികൾക്ക് വല്ല മോചനം കൊടുക്കണമേ. കർത്താവ് ഞങ്ങളുടെ ക്രൈസ്തവ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളെ, രാഷ്ട്രങ്ങളെ, സംസ്ഥാനങ്ങളെ ദൈവം സന്ദർശിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവ്
കർത്താവ് അധികാരത്തിന്റെ പ്രാന്തമുട്ട് അധികാരത്തിന്റെ കർത്താവ് അല്ലെങ്കിൽ കർത്താവ് ക്രമത്തിൽ നാമെ ക്രൈസ്തവ സമൂഹം ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിക്കുന്ന സകല ഭരണ സംവിധാനങ്ങളിലും സംസ്ഥാനങ്ങളും രാജ്യങ്ങളിലും ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ജനത്തെ അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.